അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. എല്ലാവർക്കും ജ്ഞാനായ വോയിസിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ സപ്തഭൂഖണ്ഡങ്ങളിലും ജ്ഞാനായ മക്കൾക്ക് വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അമൃത പാർന്നുകൊണ്ടിരിക്കുന്ന കോട്ടയം അതിരൂപത ഇന്ന് ശതാബ്ദിയുടെ നിറവിലെത്തി നിൽക്കുകയാണല്ലോ. തദവസരത്തിൽ പ്രഥമ ജ്ഞാനായ ഓഷ്യാന കൺവെൻഷൻ ലോക സംസ്കാരങ്ങളുടെ സംഗമവേദിയായ മെൽബണിൽ നടത്തപ്പെടുന്നു. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ജ്ഞാനായ ഓഷ്യാന കൺവെൻഷൻ ജനറൽ കൺവീനറും ജ്ഞാനായ മെൽബൺ അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റുമായ ശ്രീ സജിമോൻ ജോസഫ് വയലിംഗലും ജ്ഞാനായ അസോസിയേഷൻ മെൽബണിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ശ്രീ ടോം ലൂക്കോസ് തമ്പലക്കാട്ടും നമ്മോടൊപ്പമുണ്ട്. സ്നേഹപൂർവ്വം നമുക്കിവരെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ശ്രീ സജിമോൻ ജോസഫ്, കാമ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജ്ഞാനായ അസോസിയേഷൻ ഓഫ് മെൽബൺ ഓസ്ട്രേലിയ, ഇതിന്റെ ആദ്യകാല തുടക്കം ഇതേക്കുറിച്ച് പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാം. കാനായ കുടിയേറ്റം മെൽബണിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് 1960കളുടെ അവസാനമാണ്. അന്ന് വളരെ ഹാൻഡ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മാത്രമാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. കാനായ കുടിയേറ്റം കൂടുതൽ ശക്തമായിട്ട് ഓസ്ട്രേലിയയിൽ മെൽബണിൽ തുടങ്ങിയിട്ടുണ്ടായി. അതിന് പ്രധാന കാരണങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ സാമ്പത്തിക മാന്ദ്യവും അതുപോലെ തന്നെ അതിശൈത്യവും കാനായ കുടിയേറ്റം മെൽബണിൽ പുഷ്ടിപ്പെടുന്ന കാരണമായി. 2002 വെറും 4 കുടുംബങ്ങളുമായി ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് തടത്തിന്റെയും ശ്രീ തോമസ് ആക്കമാലിയുടെയും ശ്രീ സജിമോൻ കാരിപ്ലാക്കളുടെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് കാനായ അസോസിയേഷൻ ഓഫ് മെൽബൺ ഓസ്ട്രേലിയ മെൽബണിൽ രൂപീകൃതമാകുന്നത്. കാനായ കൂട്ടായ്മകൾ ഓരോ കുടുംബങ്ങളിലായിട്ടാണ് ചേർന്നുകൊണ്ടിരുന്നത്. എന്നാൽ 2000 ആണ്ടിന്റെ അവസാനത്തോടു കൂടി കൂടുതൽ കുടുംബങ്ങൾ ഉണ്ടാവുകയും വീടുകളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ മേലാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കി. ആ അവസരത്തിൽ കാനായ കുടുംബങ്ങൾ ഹാളുകളിൽ കൂടുവാനും വളരെയധികം ആക്ടിവിറ്റീസ് നിർവഹിക്കാൻ ചെയ്തു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് ഒന്ന്, കാനായ കുടുംബങ്ങളിലും മെൽബണിലുള്ള എല്ലാ കാനായ കുടുംബങ്ങളിലും കയറി ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, 100-ലധികം ആളുകൾ പങ്കെടുത്ത് ഓരോ വീടുകളിലും ക്രിസ്മസ് കരോൾ പാടി സ്നേഹ സന്ദേശം പകരുന്ന ഒരു ക്രിസ്മസ് കരോൾ പ്രോഗ്രാം സ്ഥാപിതമായി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു സംഭവം, 200ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന കാനായ പിക്നിക് കഴിഞ്ഞ 4 വർഷമായിട്ട് നടന്നു വരുന്നു. ഇത് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. വർഷത്തിൽ 2-3 പ്രാവശ്യം മാത്രം ഉണ്ടാകുന്ന ഈ ഒത്തുചേരലുകൾ അതിനപ്പുറത്തേക്ക് കൂടുതൽ കുടുംബങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം പകർത്തുവാനും വേണ്ടി എല്ലാ വർഷവും ക്രിസ്മസ് അവസരത്തിൽ എല്ലാ വീടുകളിലും പോയി യേശുവിന്റെ സന്ദേശം എത്തിക്കുകയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുകയും കൂടുതൽ സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഈ അസോസിയേഷൻ ഇന്ന് വളർന്ന് ഒരു വടുവൃക്ഷമായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ജ്ഞാന അസോസിയേഷനിൽ എത്രത്തോളം കുടുംബങ്ങളുണ്ട്? കാനായ സമുദായത്തിന്റെ മെൽബണിലെ സ്ട്രെങ്ത് ഏതാണ്ട് 220ഓളം കുടുംബങ്ങളും 80ഓളം ഉപരിപഠനത്തിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു വലിയ കാനായ സമുദായമാണ്. 220ഓളം കുടുംബങ്ങൾ, 80ഓളം ഉപരിപഠന വിദ്യാർത്ഥിനികൾ ഇവിടെയുണ്ട്. അപ്പം ടോമിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരുമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്? ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ ഇപ്പം വളരെ പോപ്പുലർ ആയതുകൊണ്ടും എല്ലാവരും അത് മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇമെയിൽ ഫോർമാറ്റ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിനുപരി കാനായ വോയിസ്, അപ്നാദേശ് അതുപോലത്തെ ഉള്ള മീഡിയം വഴി നമ്മുടെ മെസ്സേജുകൾ നമ്മൾ അവർക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതൽ മീഡിയകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്നാദേശ് കൂടാതെ മറ്റെന്തൊക്കെ മീഡിയകളാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്? അസോസിയേഷൻ ഓഫ് മെൽബണിന്റെ മെയിൻ കമ്മ്യൂണിക്കേഷൻ
പ്ലാറ്റ്ഫോം ഞങ്ങളുടെ വെബ്സൈറ്റാണ്. അതിനുപരി നമ്മൾ ജ്ഞാനായ വോയിസ് അല്ല ജ്ഞാനായ റിലേറ്റഡ് മൾട്ടിമീഡിയ അത് മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. മുൻ വർഷങ്ങളിൽ വെറും 3 ദിവസത്തെ ക്യാമ്പ് മാത്രമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കൺവെൻഷൻ എന്നൊരാശയം വന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആശയം എവിടുന്നാണ് ഉരുത്തിരിഞ്ഞത്? ഞാൻ മുമ്പ് സൂചിപ്പിക്കുന്ന പോലെ മെൽബണിലെ കനായ സമുദായം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 4 കുടുംബങ്ങളുമായി 2002 സ്ഥാപിതമായ ഈ കൂട്ടായ്മ ഇന്ന് മുമ്പേ സൂചിപ്പിച്ച പോലെ 220ഓളം കുടുംബങ്ങളാണ്. നമ്മുടെ തലമുറകളായി നമുക്ക് കിട്ടിയ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും നമ്മുടെ വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ബാധ്യത നമുക്കുണ്ട്. ബാധ്യത മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി അതിവിപുലമായ പരിപാടികളാണ് ഈ കമ്മിറ്റി ആസൂത്രണം. ആദ്യമായിട്ട് ഈ കമ്മിറ്റി അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായിട്ട് ചെയ്തത് നമ്മുടെ ഒരു വെബ്സൈറ്റ് അപ്പാർട്ടുന്നതായിരുന്നു. ഇന്ന് ലോകത്തെവിടെ നിന്നും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഒരു ഫാമിലിക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി മെൽബണിലുള്ള കാനായ കുടുംബങ്ങളെ പറ്റിയുള്ള പൂർണ്ണ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. വളരെയധികം കുടുംബങ്ങളെ മെൽബണിൽ വന്നതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റിലുള്ള കോൺടാക്ട് ആസ് എന്നുള്ള ഓപ്ഷൻ വഴി ഞങ്ങളോട് ബന്ധപ്പെടുകയും ഞങ്ങൾ അവരെ തിരിച്ച് ബന്ധപ്പെടുകയും അവരുടെ ഇൻഫർമേഷൻ വഴി ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറ്റുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത് ചെയ്തത് മെൽബണിലെ യൂത്ത് കുട്ടികൾക്ക് വേണ്ടി കിസി വരുന്ന സംഘടന ഫോം ചെയ്തു. കമ്മ്യൂണിറ്റിയിലെ പെണ്ണുങ്ങൾ വെറും വീട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കാതെ അവരുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സോഷ്യലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വുമൻസ് ഫോറം സ്ഥാപനമായി. അതിലെല്ലാം ഉപരിയായി ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പാരമ്പര്യം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഫെയ്ത്ത് ഫോർമേഷൻ ക്ലാസ് എന്ന ഒരു ക്ലാസ് നമ്മൾ രൂപീകൃതമായി. ഇന്ന് മെൽബണിലെ 2 സെന്ററുകളായി ഇത് നടക്കുന്നു. മെൽബൺ ഒരു വലിയ സ്ഥലമാണ്. അതിന്റെ സദേൺ സൈഡിലും നോർത്തേൺ സൈഡിലുമായിട്ട് ഏതാണ്ട് 100-ൽ പരം കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇന്ന് ഈ ഫെയ്ത്ത് ഫോർമേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. അവർക്കതൊരു ഹരമാണ്. നമ്മുടെ ഈ ഫെയ്ത്ത് ഫോർമേഷൻ ക്ലാസിന്റെ ഉദ്ദേശം തന്നെ കുട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങളുണ്ടാകുക, അങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകുക എന്നുള്ളതാണ്. അതിൽ നിന്നുപരിയായി നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാവുക എന്നുള്ള ആഗ്രഹവും ആവശ്യമാണ്. കുട്ടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി വളരുന്നു. ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തമ്മിലും നമ്മുടെ കുട്ടികൾ തമ്മിലും ബന്ധങ്ങളുണ്ടാകുന്നത് വെറും മെൽബണിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. അത് ഓസ്ട്രേലിയ ഇന്ത്യയുടെ ഏതാണ്ട് 4 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വരികയും വർഷത്തിൽ 2 വർഷം കൂടുമ്പോഴെങ്കിലും ഈ കൺവെൻഷൻ നടക്കുകയും അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശമാണ് ഈ കൺവെൻഷൻ ആസൂത്രണം ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പ്രചോദനം നൽകി. കൺവെൻഷൻ നാളുകളിൽ ഇത്രയധികം ആളുകൾ ഒന്നിച്ചു ചേരുമ്പോൾ ഇവർക്ക് വേണ്ട താമസ സൗകര്യം, അതുപോലെ ഭക്ഷണം, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അസോസിയേഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് ജ്ഞാനായ ഓഷ്യാന കൺവെൻഷന് വേണ്ടിയിട്ട് ലോകത്തുനിന്ന് പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, അമേരിക്ക എന്നിവയുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഈ കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ റോസൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് റോസൺ റിസോർട്ട് എടുത്തിട്ടുണ്ട്. 400 ആൾക്കാർക്കോളം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണിത്. അപ്പം എല്ലാ വർഷവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ കേറ്ററിംഗ് നമ്മുടെ ഇൻഹൗസ് കേറ്ററിംഗ് ആണ്. 30th സെപ്റ്റംബർ രാവിലെ മുതൽ 2nd ഒക്ടോബർ വൈകിട്ട് വരെയുള്ള ഭക്ഷണം ഞങ്ങൾ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പ്രോഗ്രാംസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ സഹായിക്കാനായിട്ട് ഇൻട്രസ്റ്റേറ്റും എല്ലാവരും വളരെ പോസിറ്റീവ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഒത്തിരി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ 3 ദിവസം കൊണ്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുപരി ലാസ്റ്റ് ഡേ, അതായത് മെയിൻ ഡേ നമ്മുടെ കൺവെൻഷൻ ഡേ ആണ്. അന്ന് നമ്മൾ സെന്റിനറി ക്ലോസിംഗ് സെറമണി, ഹോളി മാസ്, റാലി, അതുപോലെ തന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കൺവെൻഷനും ഉണ്ട്.
നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. കായിക്കൊമ്പൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ